ഇന്ന് കേരള തീരം തൊടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തും അയൽ സംസ്ഥാനങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 3 പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് പ്രകാരം കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലും അടുത്ത 6 മുതൽ 7 ദിവസം വരെ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മധ്യകിഴക്കൻ ഭാഗങ്ങളിലും ദക്ഷിണേന്ത്യയിലും ഈ ആഴ്ചയിൽ ഉടനീളം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും മുന്നറിയിപ്പുണ്ട്. മെയ് 26 എത്തുമെന്ന് നേരത്തെ പ്രവചിക്കപ്പെട്ടിരുന്ന കാലവർഷം ഇത്തവണ അല്പം വൈകിയാണ് എത്തുന്നത്. മെയ് 29 കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം ഈ വർഷം ശരാശരിയേക്കാൾ 90% കുറഞ്ഞ മഴയായിരിക്കും ഇന്ത്യയിൽ ലഭിക്കുക എന്നതും വിലയിരുത്തലുകളുണ്ട്. വടക്കൻ തീരദേശ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ കനത്ത മഴ പ്രവചിക്കുന്നു. കേരളം, മാഹി, കർണാടകയുടെ തെക്ക് കിഴക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയതും നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. പശ്ചിമ ബംഗാളിന്റെ ഉപഹിമാലയൻ പ്രദേശങ്ങളിലും സിക്കിമിലും ഇന്ന് കനത്ത മഴ പ്രതീക്ഷിക്കുന്നു. ഗംഗാതട, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ എന്നിവിടങ്ങളിൽ മിതമായ മഴ ലഭിച്ചേക്കാം. ജമ്മു കാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡീഗഡ്, ദില്ലി, പഞ്ചാബ്, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നീ പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഉത്തരാഖണ്ഡിൽ ഇന്ന് ശക്തമായ മഴ ലഭിക്കും. ഉത്തരേന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ആലിപ്പഴ വീഴ്ചയ്ക്കും പശ്ചിമ രാജസ്ഥാനിൽ ഇന്ന് ശക്തമായ പൊടിക്കാറ്റിനും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ പൊതുവെ മിതമായ മഴ ലഭിക്കും. എന്നാൽ അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴ മുന്നറിയിപ്പുണ്ട്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്കും മധ്യപ്രദേശിന്റെ ചില ഭാഗങ്ങളിൽ ആലിപ്പഴ വീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.